ഹായ് ഗായ്സ്, വായോ നമുക്ക് കുറച്ച് അമ്പലങ്ങളിൽ പോയിട്ട് വരാം. ഫസ്റ്റ് നമ്മൾ പോയത് മധുരയിലെ ഫേമസ് ആയ പാണ്ടിക്കോവിൽ എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ. അവിടെ എന്തോ ഭാഗ്യം കൊണ്ട് നാട്ടിലുള്ള ആൾക്കാർ ഫുള്ള് അമ്പലത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി നേരം നിന്നിട്ടാണ് നമ്മൾ സമയം കണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ പോയത് രാമേശ്വരത്തിലോട്ടായിരുന്നു. കാശി രാമേശ്വരം എന്ന് പറയുന്ന പോലെ നമുക്ക് കാശിക്ക് പോകാൻ പൈസ ഇല്ലാത്ത ഫസ്റ്റ് നമ്മൾ രാമേശ്വരത്തിൽ പോയിട്ട് വരാം. പോയപ്പോൾ തന്നെ സ്റ്റാർട്ടിങ് എന്ന പോലെ തന്നെ ഒരു ടീ കടയിൽ നിർത്തി ഒരു ടീ കുടിക്കാൻ പോയി. പിന്നെ അവിടെ ഒരു അമ്പലത്തിൽ പോയി കടലിൽ കുളിച്ചിട്ടിരിക്കുന്ന ഡ്രസ്സ് അവിടെ തന്നെ ഉപേക്ഷിച്ച് വരിക എന്നൊരു നേർച്ച ഉള്ളതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തത്. പിന്നെ പോയി നമ്മൾ പാമ്പം പാലം അവിടെ പോയി വണ്ടി നിർത്തി. സൂപ്പർ ലൊക്കേഷൻ ആയിരുന്നു. ആ കടലും എല്ലാം നല്ല രസമായിരുന്നു. പഴയ ബ്രിഡ്ജ് കാണാൻ സൂപ്പർ ആയിരുന്നു. റെയിൽവേ ട്രാക്കും ബ്രിഡ്ജും. ഇവിടെ പോയാലും കണ്ണാടി ഫോട്ടോസ് വീഡിയോസ് മസ്റ്റാണ്. പിന്നെ എല്ലാവരും ചേർന്ന് ഫുഡ് കഴിക്കാൻ പോയി. എല്ലാവരും ഡിഫറെൻറ്റ് ദോശ ഓർഡർ ചെയ്തു. എനിക്ക് എപ്പോഴും ഫേവറേറ്റ് മസാല ദോശയുണ്ട്, ഞാനത് ഓർഡർ ചെയ്തു. പിന്നെ ഫുഡെല്ലാം നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കോഫിയാണെന്ന് പറഞ്ഞിട്ട് അവരൊന്ന് പഞ്ചസാരയിട്ട് ഇളക്കി അതും കുടിച്ചു. സൂപ്പർ കോഫി ആയിരുന്നു. കഴിഞ്ഞ് വണ്ടി നേരെ ധനുഷ്കോടിക്ക് പോയി. പോയിട്ടിരിക്കുന്ന വഴിയിൽ പ്രൈവറ്റ് ലാൻഡ് മാതിരി ഉണ്ടായിരുന്നു. ബീച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം എൻജോയ് ചെയ്തു. പിന്നെ ഇരിക്കാൻ കുറേ കരകൗശല വസ്തുക്കളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തിനും തീപിടിച്ച് വിലയാണ്ട് ഒന്നും തൊട്ടി. പിന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മമ്മി ആൻഡ് മീ കാറിൻ്റെ സൺപ്രൂഫിൻ്റെ മേലെ നിന്ന് ഒത്തിരി എൻജോയ് ചെയ്തു. നല്ല വൈബായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ വണ്ടി ഭ്രാന്തം കെട്ടിയത്. വണ്ടി ഒരാൾക്കും കൊടുക്കൽ തന്നെത്താനെ ഓടിക്കണം. പിന്നെ ധനുഷ്കോട് പോയി. ഭയങ്കര തിരക്കായിരുന്നു. ഫോണിന് സിഗ്നലും ഇല്ല. ഭയങ്കര ചൂടും. പക്ഷേ സൂപ്പർ ഇടമായിരുന്നു. ചൂടറിയാത്ത പോലെ തന്നെ തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല രസമാണ് സ്ഥലമെല്ലാം കാണാൻ. നാട്ടിലുള്ള ആൾക്കാരെല്ലാം അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ കൂട്ടും. പിന്നെ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു കാഴ്ച കണ്ടു. കുറേ മീനും ഞണ്ടും എല്ലാം ചത്ത് കരക്കടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് എങ്ങോട്ടാണ് പോയെന്ന് പാർട്ട് 2 കാണാം. അപ്പോൾ ശരി, ബൈ.